എന്നെ പറഞ്ഞു വിടല്ലെന്നും ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലെന്നും അല്ലേ നീ പറഞ്ഞത്? നീ കണ്ട സ്വപ്നത്തിനും നിലവിളിച്ച വാക്കുകൾക്കും തമ്മിൽ ഒരു ബന്ധവും ഇല്ലല്ലോ ശിവാനി. അതെന്താ അങ്ങനെ? സ്വപ്നം പോലെ എന്നെ കൊണ്ടൊന്ന് പെടുത്തിക്കുവാണല്ലോ. ഇനിയിപ്പോ എന്ത് ചെയ്യും? അതെ, ഞാൻ കാരണമാണ് അവര് ഇറങ്ങിപ്പോയതെന്നല്ലേ എല്ലാരും പറയുന്നത്. സ്വപ്നത്തില് തെറ്റെല്ലാം സമ്മതിച്ചു എന്നങ്ങ് പറഞ്ഞതാ. നിങ്ങൾ വന്നില്ലെങ്കിൽ എന്നെ ഇറക്കി വിടുമെന്നും എന്നെ ഇറക്കി വിടലെന്നും പറഞ്ഞ് ഞാൻ കരഞ്ഞ് കാല് പിടിക്കുകയായിരുന്നു. പാവം ഗൗതം ഇപ്പൊ എവിടാന്ന് പോലും അറിയില്ല. എങ്ങനെയെങ്കിലും ഒന്ന് തിരിച്ചു വന്നാ മതിയായിരുന്നു. 4 മണിയായി. പുലർച്ചെ കണ്ട സ്വപ്നം വലിക്കുമെന്നാ. ഇപ്പൊ നീ സ്വപ്നത്തിൽ അവരെ കണ്ടില്ലേ? തിരിച്ചവരെ വീട്ടിലേക്ക് വിളിക്കുകയും ചെയ്തു. അവര് വരും, ഈ സ്വപ്നം വലിക്കുകയും ചെയ്യും. നീ സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ നോക്കും. ഈ സ്വപ്നങ്ങാനും വലിച്ച സൂപ്പറായിരിക്കും. ചേട്ടാ, ഒരു കവർ പാല്. നിധിയല്ലേ അത്? കുട്ടി ഇന്നലെ പറഞ്ഞ മാസിക പത്രം വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അത് കണ്ടേ, പത്രക്കാരനോട് ചോദിച്ചു വാങ്ങിയാ ഞാൻ. അയ്യോ വേണം. ഓ, ഇതേ 2 മാസിക ഒരു പത്രമുണ്ട്. താങ്ക്സ് ചേട്ടാ. മൊത്തം എത്രയായി? 137. ഓ ഓ, ശരി. അപ്പൊ ഇവളീ നാട്ടിൽ തന്നെ കിടന്ന് കറങ്ങാണല്ലോ. ഒരിടത്തോട്ടും പോയിട്ടില്ല. ഇപ്പൊ തന്നെ ശിവാനി വിളിച്ച കാര്യം പറഞ്ഞേക്കാം. എന്താ അമ്മ? എടി മോളെ, എടി ആ നിധിയും ഗൗതവും ഈ നാട്ടിൽ തന്നെയുണ്ട്. ഞാനിപ്പോ ഇതാ ഒരു പീടികയിൽ വെച്ച് കണ്ടവളെ. പീടികയിൽ വെച്ചോ? അവളെ അമ്മ എങ്ങനെ കണ്ടു? ഓ എടി, അവള് ദേ ഒരു കടയിൽ നിന്ന് പാല് വാങ്ങിക്കൊണ്ട് പോകുന്നു. അതിനർത്ഥം ഇവിടെ അടുത്തെവിടെയോ താമസമാണെന്നല്ലേ? അമ്മ അവളെ മാത്രമേ കണ്ടുള്ളൂ, അത് ഗൗതമിനെ കണ്ടോ? അവള് മാത്രമേ ഉള്ളൂ. സാധനം വാങ്ങിച്ചുകൊണ്ട് അവൾ ഇറങ്ങി നടക്കുക. ഇവിടെ അടുത്തെവിടെയോ ആയിരിക്കും വീട്. അമ്മ അവളൊന്ന് ഫോളോ ചെയ്യും. എവിടെയാ വീടെന്ന് കണ്ടുപിടിക്കും. എന്തിന്? അവൾ എവിടെയെങ്കിലും പോയി തൊലയട്ടെ. ഓ, ഈ അമ്മടുത്ത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഒന്ന് പറഞ്ഞ അനുസരിക്ക്. അമ്മ അവളുടെ പുറകെ പോ. എന്നിട്ട് വീട് എവിടെയാണെന്ന് കണ്ടുപിടിക്ക്. എന്നിട്ട് എനിക്കൊന്ന് പറഞ്ഞിട്ടാ ബാക്കി ഞാൻ ചെയ്തോളാം. ഒന്ന് ചെല്ല്. ശരി ശരി, നീ ഫോൺ വെക്ക്. ഞാനേ അവളുടെ പുറകെ ഒന്ന് പോട്ടെ. ശരി. നിന്റെ അഡ്രസ് ഒന്ന് കിട്ടട്ടെ, പിന്നെ എന്ത് വേണമെന്ന് ഞാൻ കാണിച്ചു തരാം. അയ്യോ, പാല് വാങ്ങാനാന്ന് പറഞ്ഞു പോയ നിധി ഇതുവരെ കണ്ടില്ലല്ലോ. ഞാൻ പോയി വാങ്ങിക്കൊണ്ട് വരാന്ന് പറഞ്ഞ കേൾക്കൂല്ല. ഒരു കോഫി കുടിക്കാതെ എന്തായാലും പറ്റില്ല. പാലില്ലെങ്കിലും കുഴപ്പമില്ല, ഒരു ബ്ലാക്ക് കോഫി ഇട്ട് കഴിച്ചേക്കാം.
ബ്ലാക്ക് കോഫി ഉണ്ടാക്കാൻ എന്തൊക്കെയാ വേണ്ടത്? വെള്ളം വേണം, കോഫി പൗഡർ വേണം, ഷുഗർ വേണം. കറക്റ്റ്. അപ്പോൾ ആദ്യം ഒരു കാര്യം ചെയ്യാൻ പാത്രം എടുക്കാം. ഓഹോ, അപ്പൊ ഇതാണ് വീടല്ലേ? ശരിയാക്കി തരാം. അമ്മ എന്തായി? എടി മോളെ, നിധി താമസിക്കുന്ന വീട് കണ്ടുപിടിച്ചു. സൂപ്പർ, അത് കലക്കി. എന്നാ അഡ്രസ് ഒന്ന് വേഗം പറ. അഡ്രസ്സും മണ്ണാങ്കട്ടയൊന്നും എനിക്കറിയില്ല. ഞാനിപ്പോ ആരോട് ചോദിക്കാനാ? സാരമില്ല, അഡ്രസ് ഒന്നും വേണ്ട. അമ്മയ്ക്ക് ലൊക്കേഷൻ അയക്കാൻ അറിഞ്ഞൂടെ? അമ്മ ആ വീടിന്റെ ഫ്രണ്ടിൽ നിന്നിട്ട് എനിക്ക് ലൊക്കേഷൻ അയക്കേ. ദേ, ആ വീടിന്റെ മുന്നിൽ തന്നെ നിൽക്കണം കേട്ടോ. അത് ഞാൻ ഏറ്റു. ശരി. നിന്റെ താമസ സ്ഥലം ഞാൻ കണ്ടുപിടിച്ച് കഴിഞ്ഞു നിധി. ഇനി നിന്നെ ഞാൻ അവിടെ നിന്നും തുരത്തും. പ്ലീസ് വെയിറ്റ്. അങ്ങനെ കോഫി പൗഡറും പഞ്ചസാരയും വെള്ളവും ഒക്കെ റെഡി. വെള്ളത്തിലേക്ക് ആദ്യം കുറച്ച് കോഫി പൗഡർ ചേർക്കാം. 1 2 3 4. ഇനി ആവശ്യത്തിന് പഞ്ചസാര. 1 2 3. ഇനി ഇളക്കാം.